ഹലോ, ജയാസ് കിച്ചൺ മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിലേക്കായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് അവലാണ്, 1/2 കപ്പ് പീനട്ട്സും 1 കപ്പ് തേങ്ങാ ചിരവിയതും, ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമുള്ള ശർക്കരയും, ഒരു പഴം, 3 ഏലക്കായ്. ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് പാന് ചൂടാകുമ്പോൾ 2 കപ്പ് അവലിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ഇതിലിട്ട് ഒന്നുകൂടെ വറുത്തെടുക്കണം. തേങ്ങ ഈ അവലിൻ്റെ കൂടെ നല്ലോണം ഒന്ന് വറുത്തെടുക്കുമ്പോൾ ഉള്ള നല്ല മണം ഉണ്ടാവും. അതിനു വേണ്ടി നമ്മൾ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഈ കപ്പലണ്ടി പരിപ്പ് കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച പഴം ഒന്ന് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. പഴം നമ്മളുടെ നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിൽ സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് എടുത്തു വെച്ച ശർക്കര, മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഇതിലിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ തണുത്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അവലും തേങ്ങയും കപ്പലണ്ടിപ്പരിപ്പും എല്ലാം കൂടെ, ഏലക്കായും. ഇനി നമ്മൾ മെൽറ്റായി വന്ന ശർക്കരപ്പാവിലേക്ക് കുറച്ച് നെയ്യ് തൂവി കൊടുത്തിട്ട് ഈ പൊടിച്ചു വെച്ച മിശ്രിതം, വഴട്ടിയ പഴവും എല്ലാം കൂടെ നമുക്കിതിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ശർക്കര പാനിയൊക്കെ വറ്റി വരുന്ന വരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് ശർക്കര പാനിയൊക്കെ ഈ മിശ്രിതത്തിൽ ശരിയായി വന്നിട്ടുണ്ട്, നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇതിൻ്റെ മൂടിയിലോ എന്തെങ്കിലും ഒരു ഇതിലിട്ടിട്ട് ഷേപ്പ് ചെയ്തെടുക്കാനാണ്. ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഞാനപ്പോൾ ഇതിലിട്ടിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു പ്ലേറ്റിൽ നെയ്യ് തടവിയിട്ട് നമ്മൾ ബർഫി കട്ട് ചെയ്തെടുക്കുന്ന പോലെ തണുത്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നല്ല ഷേപ്പോടെ കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ, ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്